ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിലെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാനിന്ന് ഒരു ആഫ്റ്റർ എഫക്ട്സിന്റെ ഒരു ബേസിക് മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരിക്കും. ആഫ്റ്റർ എഫക്ട്സിന്റെ കോഴ്സ് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും, ഒരൊറ്റ ക്ലാസ് ആയിട്ടല്ല, ഇത് പല പല പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ബേസിക് ആയിട്ട് ഒട്ടും അറിയത്തില്ലാത്തവർക്ക് മുതൽ അത്യാവശ്യം നല്ലതായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു രീതിക്ക് തന്നെ ഒരു ക്ലാസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ അഡോബി കമ്പനിയെ കുറിച്ചും അവർക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഇത് തരാം. അത് കൂടാതെ ഈ ആഫ്റ്റർ എഫക്ട്സ് പോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറെ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളുണ്ട്, ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫിംഗും കൂടെ തരാം. ഫസ്റ്റ് ഞാൻ അഡോബിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം, ഇതിൻ്റെ അകത്ത് അവർക്ക് കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിലൊന്നും ജസ്റ്റ് ഇതുണ്ട്, വ്യൂ ഓൾ ക്രിയേറ്റീവ് ക്ലൗഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇതുണ്ടോ അവർക്കാണ് ക്രിയേറ്റീവ് ക്ലൗഡ് ഓൾ ആപ്സ്. ക്രിയേറ്റീവ് ക്ലൗഡ് അല്ലെങ്കിൽ ഇത് CC എന്നാണ് പറയാറ്. ഇപ്പൊ എല്ലാ നമ്മുടെ അഡോബിയുടെ സോഫ്റ്റ്വെയർസിനും CC എന്നാണ് പറയുന്നത്. CC എന്ന് പറയും ക്രിയേറ്റീവ് ക്ലൗഡ്. ഇതെന്താ ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നിങ്ങൾ അഡോബിയുടെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നേരത്തെ CS5, CS1, CS2, CS3, CS4, CS5, CS6 അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ഈ CCയിലോട്ട് വന്നത്. ഈ CS6 വരെയുള്ള ഈ സോഫ്റ്റ്വെയർസ് എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, അത് പിന്നെ നമുക്ക് അതിനുവേണ്ടി അഡോബിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക ഒന്നും വേണ്ട. ഇപ്പൊ ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലൗഡ് ബേസിലാണ്. ക്ലൗഡ് ബേസ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് വഴിയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇന്റർനെറ്റ് വഴിയാണ്. അപ്പോൾ ഒരു 1 ഇയർ നമ്മൾ 1 ഇയർ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അടുത്ത 1 ഇയർ ആകുമ്പോൾ നമ്മൾ വീണ്ടും പുതുക്കണം, അത് റിന്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ പ്രൈസിങ് വന്നേക്കുന്നത്. നേരത്തെ എന്താ വെച്ചാൽ 1 ടൈം പേയ്മെന്റ് ആണ്, ഒറ്റ പ്രാവശ്യം പേ ചെയ്ത് നമുക്ക് ആ സോഫ്റ്റ്വെയർ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആയി. ഇത് ശരിക്കും പറഞ്ഞാൽ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ബേസിലായിരിക്കും നമുക്ക് ഇപ്പൊ തരുന്നത്. ഇപ്പൊ അഡോബി മാത്രമല്ല, എല്ലാ കമ്പനികളും ഇങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. അതായത് ഇയർലി ആയിരിക്കും തരിക. ഇതിന് പർച്ചേസ് എമൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ ഫോട്ടോഷോപ്പിന് മാത്രം ചിലപ്പോൾ 2000 രൂപ, ഒരു മാസത്തിന് 2000 രൂപ, 3000 രൂപ ആ റേഞ്ചിലൊക്കെയാണ്. ഒരു വർഷത്തേന് നോക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് മൾട്ടിപ്ലൈ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് എല്ലാ സോഫ്റ്റ്വെയറുകളും കിട്ടുന്നത്. ശരിക്കും കമ്പനിക്കും ലാഭമാണ്, നമുക്കും നമുക്കും ഒരു മാസത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റുഡിയോ ആയിട്ട് ഇരിക്കുന്നവർക്ക് നേരത്തേക്കാണ് 1 ലക്ഷം 2 ലക്ഷം രൂപയാണ് ഫോട്ടോഷോപ്പിന് മാത്രം കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ 2000 രൂപയ്ക്ക് മന്ത്ലി നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് മാസം മതിക്ക് മാസം നോക്കാം, ഇയർലി വേണമെങ്കിൽ ഇയർലി ബൈ ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാ സോഫ്റ്റ്വെയർസും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം കൂടെ വേണമെങ്കിൽ എല്ലാം യൂസ് ചെയ്യാം. ഇൻഡിവിജ്വലായിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ബൈ ചെയ്യാം. അപ്പൊ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് അക്രോബാറ്റ് പ്രോ. എല്ലാവർക്കും അറിയാം, എന്നൊക്കെ PDF ഒക്കെ ഓപ്പൺ ചെയ്യണമെന്നുണ്ട് അക്രോബാറ്റ് വേണം. പിന്നെ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഗ്രാഫിക്സ് അങ്ങനെയുള്ള എഡിറ്റ് ചെയ്യാം, കോമ്പോസിറ്റ് ചെയ്യാം, അങ്ങനെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഫോട്ടോഷോപ്പ് എന്താണെന്നുള്ളത് അറിയായിരിക്കും. അതേപോലെ തന്നെ അതിനുശേഷമാണ് ഇത് ഇല്ലുസ്ട്രേറ്ററും ഫോട്ടോഷോപ്പും നല്ല ഡിഫറൻസ് ഉണ്ട്. ഫോട്ടോഷോപ്പിൽ ശരിക്കും നമ്മളത് ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയാണ്. വെക്ടർ ആർട്ടാണ്. വെക്ടർ ആർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റാസ്റ്റർ ആർട്ടാണ്. അതായത് ഇത് ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സൽ ബേസിലായിരിക്കും ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അതായത് അത് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അത് ബ്ലറായി വരും. പക്ഷെ ഇല്ലുസ്ട്രേറ്റർ അങ്ങനെയല്ല, വെക്ടർ രീതിയിലാണ്. വെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ രീതിയിലായിരിക്കും ഇതിൻ്റെ അകത്ത് ഓരോ ഷേപ്പും സേവ് ആകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് എത്ര സ്കെയിൽ ചെയ്താലും ബ്ലർ ആകുമോ അങ്ങനെയും ചെയ്യത്തില്ല. ശരിക്കും നമുക്ക് ലോഗോയും ഷേപ്സ്, നമുക്ക് വെബ്സൈറ്റിനുള്ള ഷേപ്സ്, പിന്നെ പോസ്റ്റ് കാർഡ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്യുന്നത്. ഇല്ലുസ്ട്രേറ്ററിന്റെ ശരിക്കും എന്താ പറയുക, ഒരു കോമ്പറ്റേറ്റർ ആണ് ശരിക്കും പറയാൻ CorelDRAW. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ നമുക്ക് എന്താ പറയണ്ടേ, പേജ് മേക്കർ അഡോബിയുടെ തന്നെ പേജ് മേക്കറാണ്. പേജ് മേക്കർ അത് നിർത്തി കളഞ്ഞു. അതിനുശേഷമാണ് ഇൻഡിസൈൻ എന്ന് പറയുന്ന സാധനം വന്നത്. ഇൻഡിസൈൻ്റെ ഇപ്പോഴും പേജ് മേക്കർ യൂസ് ചെയ്യുന്നുണ്ട്, പഴയ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇൻഡിസൈൻ്റെ ഇത് തന്നെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക്ലെറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും, ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മനോരമ ചാനലല്ല, നമ്മുടെ ന്യൂസ് എന്താ പറയുക, പത്രത്തിന്റെ ഡിസൈനിങ്ങും അങ്ങനത്തെ സാധനങ്ങൾ ലേഔട്ട് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇൻഡിസൈനിലായിരിക്കും. പിന്നീട് വരുന്ന പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ ക്യാമറ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യും, വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അതിനെ എഡിറ്റ് ചെയ്യാനും കളർ കറക്ഷൻ ചെയ്യാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പ്രീമിയർ പ്രോ. പിന്നെയുള്ളതാണ് ആഫ്റ്റർ എഫക്ട്സ്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത് പ്രീമിയറിലാണോ ആഫ്റ്റർ എഫക്ട്സിലാണോ?
ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ല. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിഷ്വൽ എഫക്ട്സ് ആൻഡ് മോഷൻ ഗ്രാഫിക്സ്. വിഷ്വൽ എഫക്ട്സും മോഷൻ ഗ്രാഫിക്സും ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ആഫ്റ്റർ എഫക്ട്സ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളൊരു മൂവി, ഒരു പ്രീമിയർ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ ഒരു പോർഷനിൽ മാത്രം എന്താ പറയണ്ടേ, ഇപ്പൊ എന്തെങ്കിലും ഒരു എഫക്ട് ആഡ് ചെയ്യണം. എഫക്ട് ആഡ് ചെയ്യാന്ന് വെച്ചാല് ഇപ്പം എന്താ പറയണ്ടേ, ഗണ്ണുകൊണ്ട് ഒരാളെ തല വെടിവെക്കുന്ന ഒരു സീനാണ്. അപ്പൊ അതിന്റെ അകത്ത് ബ്ലഡ് തെറിക്കുന്ന ആ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, ആ സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അത്രയും പോർഷനെ വീഡിയോനെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവരും. എന്നിട്ട് ആ വേണ്ടുന്ന എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ എഫക്ട്സിൽ ആഡ് ചെയ്തതിനു ശേഷം അതിന് തിരിച്ച് പ്രീമിയറിലോട്ട് കൊണ്ടുപോകും. ഇതാണ് അങ്ങോട്ടുള്ള ഇവർ തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ഒരു മൂവി ഇറക്കുന്നത് അങ്ങനെയാണ്. പിന്നീട് ലൈറ്റ് റൂം. ലൈറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഫോട്ടോഷോപ്പിന്റെ ചെറിയൊരു മിനിമൈസ് വേർഷനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കളർ കറക്റ്റ് ചെയ്യാനും അങ്ങനെ ഫോട്ടോനെ പെട്ടെന്ന് കളർ കറക്റ്റ് ചെയ്യാനും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ആണ് ലൈറ്റ് റൂം. അതിനുശേഷം പ്രീമിയർ റഷ് എന്നൊരു സാധനമുണ്ട്. ഇത് ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ വീഡിയോ എന്താ പറയണ്ട, വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കുറെ ഫൂട്ടേജസ് ഉണ്ടാവും. അതിൽ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് വേണ്ടുന്നതിന് മാത്രം ഒരു ട്രിം ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പ്രീമിയർ. പോലെ തന്നെ പ്രീമിയറിന്റെ ചെറിയൊരു മിനിമൽ വേർഷനാണ് ഈ പ്രീമിയർ റഷ് എന്ന് പറയുന്നത്. പിന്നെ അഡോബി എക്സ്ടി. അഡോബി എക്സ്ടി എന്ന് പറഞ്ഞൊരു നല്ലൊരു പവർഫുൾ ടൂളാണ്. ഇത് വെബ് ആപ്ലിക്കേഷന്, മൊബൈൽ ആപ്ലിക്കേഷന്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതിന്റെ പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ കാണാം, എന്താ പറയണ്ടേ, ഒരു ഇന്ററാക്റ്റീവ് ഒരു പ്രോട്ടോടൈപ്പ് ടൂളാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ടി. ഓക്കെ. പിന്നെ സ്പാർക്ക് എന്ന് പറഞ്ഞ സാധനം, ഇത് ഒരു ചെറിയ അഡ്വർടൈസ്മെന്റ് പോലെ, വെബിലുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ സൈഡിൽ കൂടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരാറുണ്ടല്ലോ, ഈ ആമസോണിൽ നിന്നുള്ള അങ്ങനത്തെ അഡ്വർടൈസ്മെന്റുകളൊക്കെ വെബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്പാർക്ക്. പിന്നെ ആനിമേറ്റ് എന്നൊരു സാധനമുണ്ട്. ഇതൊരു പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാണും, അഡോബി ഫ്ലാഷ്. ആ ഫ്ലാഷിന് പകരമായിട്ട് വന്ന ടൂളാണ് ആനിമേറ്റ്. ഈ ആനിമേഷൻ്റെ അത് കുറേ സാധനങ്ങൾ ചെയ്യാം. നമുക്ക് ക്യാരക്ടർ ആനിമേഷൻ ചെയ്യാൻ പറ്റും, പിന്നെ ഫ്ലാഷിലെ വെബ് ആനിമേഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ അതുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരു ക്യാരക്ടറിനെ അതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കുടെ ഫേസ് എക്സ്പ്രഷൻ, നമ്മുടെ മൗത്തിന്റെ മൂവ്മെന്റ്, ഫേസിന്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് വെബ് ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്തിട്ട് ആ ക്യാരക്ടറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് വളരെ കുറെ ആനിമേഷൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ആനിമേറ്റ്. പിന്നെ വരുവാണെങ്കിൽ ഡ്രീം വീവർ എന്ന സോഫ്റ്റ്വെയർ. ഇത് പണ്ട് കൂടുതൽ യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇപ്പോൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ് ഡ്രീം വ്യൂവർ. യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒട്ടും യൂസ് ചെയ്യില്ല എന്നല്ല, കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് പണ്ട് നല്ല യൂസ്ഡ് ആയിട്ട് വന്നവർ. ഇപ്പൊ ആരും എന്നുവെച്ചാൽ ഡ്രീം വ്യൂവർ എന്നൊരു വെബ് ഡെവലപ്മെന്റ് ടൂളാണ്. അതായത് കോഡ് എഡിറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ, കോഡ് എഡിറ്റർ. അതിനുവേണ്ടി ഒത്തിരി കോഡ് എഡിറ്റിംഗ് ടൂൾസ് വേറെ ഉണ്ട്. അപ്പം പെട്ടെന്ന് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള സബ്സ്റ്റൻസിന്റെ കുറച്ച് ടൂൾസ് ആണ്. സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയണ്ടേ, അവര് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്തേക്കുന്ന ഒരു ടൂൾ മാത്രമാണ്. ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. എന്ന് വെച്ചാൽ 3D ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള കുറച്ച് ഇതാണ്. ഇതിൻ്റെ അത് കുറെ 3D മോഡൽസ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ലൈറ്റ് ചെയ്യാം, അതിനുശേഷം അതിന്റെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് കോമ്പോസിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആരും ഇത് യൂസ് ചെയ്യാറില്ല. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് 3D ടൂളാണ്. കൂടാതെ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ എൻഡ് നല്ല PC വേണം. ആ സമയത്ത് നല്ല സോഫ്റ്റ്വെയർസ്, നല്ല 3D സോഫ്റ്റ്വെയർസ്, ഇപ്പൊ 3D മാക്സ്, മായ, ബ്ലെൻഡർ, സിനിമ 4D അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒത്തിരി അവൈലബിൾ ആണ്. അതിന്റെ പേരിൽ ആരും ഈ സാധനം യൂസ് ചെയ്യുന്നില്ല പൊതുവായിട്ട്. പിന്നെ ഓഡിഷൻ ഇപ്പോഴും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഓഡിയോ എഡിറ്റിങ്ങിനും ഓഡിയോ മിക്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഓഡിഷൻ. പിന്നെ ഇൻകോപ്പി എന്ന് കൂടുതൽ എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അതുള്ള ഒരു മെയിൻ ഫീച്ചർ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് കോപ്പി ചെയ്യണം, ഇമേജിൽ നിന്ന് കണ്ടന്റ് കോപ്പി ചെയ്യണം. നിങ്ങളുടെ കുറച്ച് ഇമേജ് കിട്ടി, അതിൻ്റെ അത് കുറേ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഉണ്ട്, അത് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻകോപ്പിയിൽ ഇട്ടിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് എടുത്ത് കോപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിലുള്ള ടെക്സ്റ്റിനെ നമുക്ക് കോപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പല ടൂൾസ് ഉണ്ട്. ഇത് ജസ്റ്റ് അതിന്റെ ഒരു ഫീച്ചർ മാത്രം പറഞ്ഞു. കുറച്ച് കോപ്പി റൈറ്റേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ് ആണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുണ്ട് എയ്റോ എന്ന് പറയുന്ന സാധനം. ഇത് ഓഗ്മെന്റ് റിയാലിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ടൂളാണ്. പിന്നെ സ്റ്റോക്ക്, അതായത് അഡോബി ക്രിയേറ്റീവ് ക്ലൗഡ് നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അവര് പെർ ഡേ നമുക്ക് 10 ഇമേജോ അങ്ങനെ ഫ്രീ ആയിട്ട് തരും. അതായത് പേ ചെയ്തിട്ടുള്ള ഇമേജ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ. പിന്നെ അക്രോബാറ്റ് DC എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് PDF റീഡിങ് മാത്രമല്ല, PDF എഡിറ്റ് ചെയ്യാൻ പറ്റും, ഇമേജ് റീപ്ലേസ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ പറ്റും, സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനുവേണ്ടിയുള്ള കുറച്ച് ടൂൾസും ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഇത്. ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം, നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ എഫക്ട്സ് ആണ്. ഈ ആഫ്റ്റർ എഫക്ട്സ് എന്താ പറയട്ടെ, ആഫ്റ്റർ എഫക്ട്സ് ഇന്ന് ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്.
അത് കൂടാതെ ഇതിലും നല്ല സോഫ്റ്റ്വെയർസ് ഇൻഡസ്ട്രിയിലുണ്ട്. അതിന്റെ പേരിൽ ആഫ്റ്റർ എഫക്ട്സ് കുറച്ച് പുറകിലാണ്, എന്നാലും ഇത് ആരും ഉപയോഗിക്കാതിരിക്കുന്നില്ല. ഇപ്പൊ ചാനലുകളിൽ പോയാലും പല പല ഇൻഡസ്ട്രിയിലും ആഫ്റ്റർ എഫക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്താ പറയുക, വലിയ സ്റ്റുഡിയോകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സിന് പകരം ന്യൂക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഫൗണ്ടറി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഫൗണ്ടറി. അവർ ന്യൂക്ക് ഉണ്ട്, അവർക്കും വേറെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. നോക്കി കഴിഞ്ഞ് കാണാം, ന്യൂക്ക് ഉണ്ട്, മോഡോ, കട്ടാന, ഫ്ലിക്സ്, അങ്ങനെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ന്യൂക്ക്, മോഡോ, മാരി. ഈ സോഫ്റ്റ്വെയർസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 3 സോഫ്റ്റ്വെയർസ് ആണ്. ന്യൂക്കാണ് ഈ കമ്പനീനെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ന്യൂക്കാണ്. ന്യൂക്കിൻ്റെ അകത്ത് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് പോലെ തന്നെയാണ്, പക്ഷെ ആഫ്റ്റർ എഫക്ട്സ് ലെയർ ബേസ്ഡ് ആണ്. നമ്മൾ ഫോട്ടോഷോപ്പിലെ ലെയർ ഉണ്ടല്ലോ, ഫോട്ടോഷോപ്പിലെ ലെയർ പോലെയാണ് ആഫ്റ്റർ എഫക്ട്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഈ ന്യൂക്കിന്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോഡ് ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ചില് നോഡ് ഇതിന്റെ അകത്ത് കോമ്പസിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് നോഡ് വെച്ച് കണക്ട് ചെയ്തായിരിക്കും വർക്ക് ചെയ്ത. ആഫ്റ്റർ എഫക്ട്സിലാണെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൽ കണ്ടോ, ഇങ്ങനെ ഒരു ലെയർ ബേസിലായിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ലെയർ ബേസിലായിരിക്കും ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ഫ്ലോയും. പക്ഷെ കൂടുതൽ എനിക്ക് ന്യൂക്ക് അറിയത്തില്ല, പക്ഷെ ന്യൂക്ക് ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് ഇതിലും കൂടുതലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കൂടാതെ അതിൻ്റെ അകത്തുള്ള ഒരു നല്ലൊരു ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3D ഇംപ്ലിമെന്റേഷൻ ആണ്. അത് ഡയറക്റ്റ് 3D ഒബ്ജക്റ്റിനെ നമുക്ക് അതിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആഫ്റ്റർ എഫക്ട്സ് ഒരിക്കലും ഒരു 3D സോഫ്റ്റ്വെയർ അല്ല. ആഫ്റ്റർ എഫക്ട്സ് ഒരു 2.5D സോഫ്റ്റ്വെയർ ആണ്. അതായത് ഒരു 3D പാർഷ്യലി സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഈ 3D സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലഗിൻസ് ഉണ്ട്. എലമെന്റ് 3D എന്ന് പറയുന്ന പ്ലഗിൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു 100% കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല. പിന്നെ അതിനുവേണ്ടി അങ്ങനത്തെയുള്ള കേസൊക്കെ നോക്കുവാണെങ്കിൽ ന്യൂക്ക് എന്ന് പറഞ്ഞ സാധനം ഫാർ ബെറ്റർ ആണ്. എന്താ വെച്ചാൽ ന്യൂക്കിന്റെ അകത്ത് 3D കോമ്പോസിഷനും കാര്യങ്ങളും വിഷ്വൽ എഫക്ട്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഓട്ടോഡെസ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഓട്ടോഡെസ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓട്ടോഡെസ്ക് കമ്പനിയുടെയാണ്. ഓട്ടോഡെസ്ക്, 3ds Max, ഓട്ടോകാഡ്, അങ്ങനെ കുറെ സോഫ്റ്റ്വെയർസ് ഇവർക്കുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഓട്ടോഡെസ്ക് ഫ്ലെയിം. അതേപോലെ പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കമ്പഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ, ഓട്ടോഡെസ്ക് കമ്പഷൻ. ആ കമ്പഷന്റെ അകത്താണ് നമ്മൾ പണ്ട് കണ്ടിരുന്ന ശക്തിമാന് അങ്ങനെയുള്ള സാധനങ്ങളുടെ ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കമ്പഷനിലാണ്. കമ്പഷൻ ആഫ്റ്റർ എഫക്ട്സിൽ ഒക്കെ ആയിരുന്നു അങ്ങനത്തെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ പണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കമ്പഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇല്ല, ആരും ഉപയോഗിക്കുന്നില്ല. അതിനുശേഷമാണ് ന്യൂക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ വന്നത്. ന്യൂക്കിന്റെ അകത്തും ഇങ്ങനെ 3D ഒബ്ജക്റ്റ് കോമ്പോസിഷനും അങ്ങനത്തെ കാര്യങ്ങളും. ഇതും നോഡ് ബേസ്ഡ് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഓരോ കമ്പനിയുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത്. ചിലർക്ക് ന്യൂക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫ്ലെയിം ചെയ്യാനായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്യൂഷൻ, ബ്ലാക്ക് മാജിക് ഫ്യൂഷൻ. ഈ ബ്ലാക്ക് മാജിക് ഫ്യൂഷനും ആണെങ്കിലും ഇതുപോലെ നോഡ് ബേസ്ഡ് തന്നെയാണ്. ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും. ചില കമ്പനിയുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആനിമേഷൻ ചെയ്യാൻ വേണ്ടി മായ ചിലർ യൂസ് ചെയ്യും, ചിലർ 3ds Max യൂസ് ചെയ്യും. 3ds Max കൂടുതൽ യൂസ് ചെയ്യുന്ന വിഷ്വൽ എഫക്ട്സിന് വേണ്ടിയാണ്. ഈ ഫയർ, എക്സ്പ്ലോഷൻ, ബിൽഡിംഗ് ഡിസ്ട്രക്ഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത്. പിന്നെ കൂടുതൽ നോക്കി കഴിഞ്ഞാൽ ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇത് ബാക്കി എല്ലാ സോഫ്റ്റ്വെയറും പെയ്ഡ് ആണ്. ബ്ലെൻഡർ എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ബ്ലെൻഡർ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 3ds Max എടുത്ത് നോക്കിയാൽ 3ds Maxൽ 3D മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്തുനിന്ന് 2D ചെയ്യാൻ പറ്റും, 2D വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും, കോമ്പോസിഷൻ ചെയ്യാൻ പറ്റും, ടെക്സ്ചറിങ് ചെയ്യാൻ പറ്റും, സ്കൾപ്റ്റിംഗ് ചെയ്യാൻ പറ്റും. 3ds Maxന്റെ കേസിൽ അല്ലെ മായയുടെ കേസിലൊക്കെയാണ് സ്കൾപ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ സീ ബ്രഷോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ടൂളുകൾ നോക്കേണ്ടി വരും. ഈ ബ്ലെൻഡറിന്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ചെയ്യാനും പറ്റും. പക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു ഇത് നോക്കി ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ds Max നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു 8 GB എടുത്തുണ്ടാവും ആ ഫയൽ. അതായത് ഇപ്പൊ 2022 സോഫ്റ്റ്വെയർസ്, 22 വേർഷൻ സോഫ്റ്റ്വെയർ നമ്മൾ 3ds Maxനൊക്കെ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 8 GB എടുത്തുണ്ടാവും. പക്ഷെ ബ്ലെൻഡർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്ന 700-800 MB ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ് സിനിമ 4D. കൂടുതലും യൂസ് ചെയ്യുന്ന മൂവിയിലും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലുകളുണ്ടല്ലോ, ഇപ്പൊ എന്താ പറയണ്ടേ, ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമ അങ്ങനെയുള്ള TV ചാനലുകളിൽ കൂടുതൽ ഈ മോഷൻ ഗ്രാഫിക്സ് അങ്ങനെ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് സിനിമ 4D ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അതിനുശേഷം ഇനി നെക്സ്റ്റ് ഡേ മുതൽ ആഫ്റ്റർ എഫക്ട്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.